ഇത് കണ്ടോ, ഇത് ജുംക്ക ബേസ് ആണ്. ഇത് വെച്ചിട്ടാട്ടോ നമ്മൾ കമ്മലുണ്ടാക്കാൻ പോകുന്നത്. ഇത് പല സൈസിലും ഷേപ്പിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ഒക്കെ വിൽക്കത്തില്ലേ, ആ കടകളിൽ ചോദിച്ചാൽ മതിയേ, കിട്ടും കേട്ടോ. ഇതിനകത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇത് കണ്ടോ, ഇത് പേളും സ്റ്റോണും കൂടെ വരുന്ന ചെയിനാട്ടോ. ഇതാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ ചുറ്റിനും ഒട്ടിച്ച് കൊടുത്ത്, ഇത് കണ്ടോ, ഇത് ഹാഫ് പേളാട്ടോ. ഇത് ചെറിയ സൈസാണേ. ഇത് നമ്മൾ അതിൻ്റെ മേളിൽ ഇപ്പോൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചില്ലേ, അതിൻ്റെ മേളിലോട്ടായിട്ട് നമ്മൾ ഒരു ലെയർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് അതിങ്ങനെ ചെയ്തു. ഇനി ഇതിൻ്റെ മേളിൽ വീണ്ടും നമ്മൾ ആ സ്റ്റോൺ ചെയിൻ ഇല്ലേ ആദ്യം ഒട്ടിച്ച്, അത് വീണ്ടും ഇങ്ങനെ ഒരു ലെയർ ഒട്ടിച്ച് കൊടുക്കുകയാണേ. പിന്നെ ഈ ബാക്കി വരുന്ന പോർഷൻ ഇല്ലേ, ഇവിടെ നമ്മൾ ഇങ്ങനെ എൻ്റെ ഒരു ഗോൾഡൻ കളർ കുന്തൻ സ്റ്റോൺ ഉണ്ട്, ചെറിയ സൈസ്. ഇതിങ്ങനെ ചുറ്റിനും നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. ഞാനിങ്ങനെ ഈ വൈറ്റ് തീം പിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, നീ ഇപ്പോൾ വിഷു ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു കേരള സ്റ്റൈലിലോട്ട് മാറത്തില്ലേ, സെറ്റ് മുണ്ട് സെറ്റ് സാരി, അപ്പോൾ അതിന് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഒരു ഐപ്പിൻ എടുത്തിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീഡാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ ഹോള് കണ്ടോ, ഈ ജുംക്ക ബേസിൻ്റെ അത് ഇച്ചിരി വലുതായതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ബീഡൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഊരി പോവേ. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു ബീഡ് ഇട്ടിട്ട്, പിന്നെ അതിൻ്റെ മേളിൽ ഇതാ ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുത്ത് ഒരു 3 ചെറിയ മുത്ത് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഐപ്പിനിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് വളച്ചിട്ട് നമ്മൾ ആ ഹുക്ക് ഇടാൻ ഭാഗത്തിനാക്കി എടുത്തിട്ട്, അതായത് നമ്മുടെ ഇയർ ഹുക്ക് ഇടാൻ ഭാഗത്തിനാക്കി എടുത്തിട്ട് ആ ഇയർ ഹുക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം പോന്നോട്ടോ കേട്ടോ.